നമസ്കാരം. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ അമേരിക്കൻ മേധാവിത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ചൈനയും ഇറാനും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം പുതിയ തലങ്ങളിലേക്ക് ഉയരുകയാണ്. ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ ലക്ഷ്യമിട്ട് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങളെ നിഷ്പ്രഭമാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കോടിക്കണക്കിന് ഡോളറിന്റെ എണ്ണ ഇടപാടുകളിലൂടെ ഇറാന്റെ ജീവനാഡിയായ ചൈന മാറുന്നത് അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ഇറാന്റെ എണ്ണ വ്യാപാരത്തെ തകർക്കാൻ പുതിയ ഉപരോധങ്ങളുമായാണ് ട്രംപ് ഭരണകൂടം രംഗത്തെത്തിയിരിക്കുന്നത്. ഇറാന്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കളിൽ ഒന്നായ ചൈനീസ് കമ്പനി ഹെങ്ലി പെട്രോമെക്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അമേരിക്കൻ ട്രഷറി വകുപ്പ് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇറാന്റെ ഊർജ വിപണിയെ വരിഞ്ഞുമുറുക്കി അവരെ നയതന്ത്ര ചർച്ചകൾ ദുർബലപ്പെടുത്തുക എന്നതാണ് മറ്റാരുടെ അമേരിക്കയുടെ ലക്ഷ്യം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിർണായകമായ ചർച്ചകൾക്ക് മുന്നോടിയായാണ് ഇത്തരം ഉപരോധങ്ങൾ കൊണ്ടുവരുന്നത്. അമേരിക്കയുടെ ഭയത്തെയാണ്, അതായത് ഇത്തരത്തിലുള്ള ഉപരോധങ്ങൾ കൊണ്ടുവരുന്നത് സ്വാഭാവികമായും അമേരിക്കയുടെ ഒരു ഭയത്തെയാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. നയതന്ത്ര മേശയിൽ ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ സാമ്പത്തിക ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ട്രംപിന്റെ തന്ത്രം പക്ഷെ ചൈനയുടെ ഉറച്ച നിലപാടിന് മുന്നിൽ എന്ത് ചെയ്യുന്നു? അടിപതറുകയാണ്. സാധാരണ വാണിജ്യ വിനിമയങ്ങൾ തുടരണമെന്ന ചൈനയുടെ ആവശ്യം ആഗോള വ്യാപാരത്തിൽ അമേരിക്കൻ ഏകപക്ഷീയതയ്ക്കുള്ള ഒരു മറുപടിയാണ്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ നട്ടെല്ലായ ലോജിസ്റ്റിക് സംവിധാനങ്ങളെ തകർക്കാൻ 40 ഷിപ്പിംഗ് കമ്പനികൾക്ക് മേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇറാന്റെ ഷാഡോ ഫ്ലീറ്റ് എന്ന അമേരിക്ക വിശേഷിപ്പിക്കുന്ന കപ്പൽ വ്യൂഹത്തെ തടയുക വഴി ഇറാന്റെ വരുമാന മാർഗം അടയ്ക്കണമെന്നാണ് അമേരിക്ക കണക്കുകൂട്ടുന്നത്. എന്നാൽ കടലിലെ ഈ നിഗൂഢപാതകൾ ഇന്നും സുരക്ഷിതമായി തുടരുന്നത് അമേരിക്കൻ ചാരക്കണ്ണുകളെ വെട്ടിച്ചുകൊണ്ടാണ്. അമേരിക്കയുടെ ഈ നിരീക്ഷണങ്ങൾക്ക് അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് അമേരിക്കയിലെ ചൈനീസ് എംബസി രേഖപ്പെടുത്തിയിരിക്കുന്നത്. വ്യാപാരവും ശാസ്ത്ര സാങ്കേതിക വിദ്യയും രാഷ്ട്രീയ ആയുധങ്ങളാക്കി ഉപയോഗിക്കുന്നത് നിർത്തണമെന്നാണ് ചൈനയുടെ വക മുന്നറിയിപ്പ് എത്തിയത്. എന്തായാലും ചൈനീസ് കമ്പനികളെ ലക്ഷ്യം വെച്ചുള്ള ഇത്തരം കടന്നുകയറ്റങ്ങൾ ആഗോള സാമ്പത്തിക ഭദ്രതയെ തകർക്കുമെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ പ്രാഥമിക സാമ്പത്തിക ജീവനാഡിയായി ചൈന തുടരുന്നത് ട്രംപിന്റെ പരാജയമായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ ആസ്തികൾ മരവിപ്പിച്ചും വ്യാപാര വിലക്കുകൾ ഏർപ്പെടുത്തിയും ഭയപ്പെടുത്താൻ നോക്കുമ്പോഴും ചൈനീസ് റിഫൈനറികൾ ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടരുകയാണ്. ഇത് അമേരിക്കയുടെ ഉപരോധങ്ങൾ എത്രത്തോളം ഫലപ്രദമാണ് എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. 2025 പുതിയ കണക്കുകൾ അനുസരിച്ച് ഇറാന്റെ ആകെ എണ്ണ കയറ്റുമതിയുടെ 80%-ലധികവും ചൈനയിലേക്കാണ് പോകുന്നത്. ആഗോള അനലിറ്റിക്സ് സ്ഥാപനമായ കെപ്ലറുടെ ഡാറ്റകൾ വ്യക്തമാക്കുന്നത് അമേരിക്കയുടെ എല്ലാ നിയന്ത്രണങ്ങളെയും മറികടന്നാണ് ചൈന ഇറാന്റെ ഏറ്റവും വലിയ വിശ്വസ്ത പങ്കാളിയായി മാറിയിരിക്കുന്നു എന്ന സത്യം. എന്തായാലും ഈ വ്യാപാര വിടവ് നികത്താൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ചൈനയുടെ സ്വതന്ത്ര റിഫൈനറികളായ ടീ പോർട്ടുകളാണ് അമേരിക്കൻ ഭരണകൂടത്തിന് ഏറ്റവും വലിയ തലവേദന സൃഷ്ടിക്കുന്നത്. ഹെബൈ, സിൻഹായി, ഷാൻഡോങ് ഷെങ് തുടങ്ങിയ സ്ഥാപനങ്ങൾക്കെതിരെ നേരത്തെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടും പുതിയ പേരുകളിലും മാർഗങ്ങളിലും ഇവർ പ്രവർത്തനം തുടരുന്നത് അമേരിക്കൻ ഇന്റലിജൻസിനെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്തായാലും ലോജിസ്റ്റിക് തടസ്സങ്ങൾ സൃഷ്ടിച്ച് എണ്ണ വിതരണം മുടക്കാമെന്ന അമേരിക്കൻ വ്യാമോഹം ചൈനയുടെ കരുത്തിന് മുന്നിൽ വഴിമാറുകയാണ്. തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ഉൽപ്പന്നങ്ങൾ റീബ്രാൻഡ് ചെയ്തും പുതിയ വ്യാപാര ശൃംഖലകൾ നിർമ്മിച്ചും ചൈനീസ് കമ്പനികൾ അതിജീവനം നടത്തുന്നത് ഏത് പ്രതിസന്ധിയിലും ഇറാന്റെ കൈപിടിക്കാൻ ചൈന തയ്യാറാണ് എന്ന സന്ദേശമാണ് നൽകുന്നത്. എന്തായാലും സാമ്പത്തിക നടപടികളെ ഒരു ഭൗമരാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്ന അമേരിക്കൻ ശൈലിക്ക് ആഗോളതലത്തിൽ പിന്തുണ കുറഞ്ഞു വരികയാണ്. ചൈനയെ പോലെ ഒരു വൻ ശക്തിയുമായി വ്യാപാര യുദ്ധത്തിന് മുതിരുന്നത് അമേരിക്കയുടെ സ്വന്തം സാമ്പത്തിക അടിത്തറയെ കൂടി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉപരോധങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിലൂടെ അമേരിക്കയുടെ വിശ്വാസ്യതയാണ് ഇവിടെ തകർത്തെറിയപ്പെടുന്നത്.